അടുത്ത എന്താണ് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മളെ പ്രിയപ്പെട്ട അനുവിനും വേണ്ടിയിട്ട് രാവണപ്രഭു എന്ന ആ സിനിമയിൽ ലാലേട്ടൻ അവതരിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠനായിട്ട് ഞാൻ മാറുന്നു. ഇതിന്റെ കൂടെ തൊട്ടടുത്ത് ഇന്നസെന്റ് വരും. അറിയാലോ, ആ ഇന്നസെന്റിന്റെ ശബ്ദവും ലാലേട്ടന്റെ ശബ്ദവും ഒരുമിച്ചാണ് വരുന്നത്. വേറൊരു ചാനലിൽ ഞാൻ ഇതുപോലത്തെ വേറൊരു സംഭവം ചെയ്തപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സാറിന് നെഞ്ചുവേദന വന്നതാ. അന്ന് പറഞ്ഞു, ശിവ എനിക്ക് നെഞ്ചുവേദന വരുന്നു എന്ന് സരിഗമ ചെയ്തപ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും നെഞ്ചുവേദന വരരുത്, വേറെ ഒരിടത്തും പോകരുത്. ഇനി വേണ്ടിയിട്ട് അനൂപ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യും, ഇല്ലയോ? ഉറപ്പാണല്ലോ. അപ്പോൾ എൻ്റെ ആ ഒരു സംഭവത്തിലൂടെ ഞാൻ കിടക്കുന്നു. അപ്പോൾ രാവണപ്രഭുവിലെ ലാൽ സാർ അഭിനയിച്ച ആ അച്ഛൻ കഥാപാത്രം, കൂടെ വൃദ്ധനായ ഇന്നസെന്റും. അമ്പലത്തിൽ നിന്ന് മടങ്ങുന്ന വഴിക്ക് ഞാൻ കാർത്തികേയ മുതലാളിയുടെ വീട്ടിലൊന്ന് കയറി. മകൻ മുതലാളിയാണോ? വലിയ മുതലാളി. പക്ഷേ ആ പണം നൽകുന്ന സ്നേഹം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. അമ്മയ്ക്കൊരു തീരെ വന്നപ്പോൾ അച്ഛൻ എന്താ നല്ല ഡോക്ടറെയൊക്കെ കൊണ്ട് കാണിച്ചില്ല എന്ന് പരാതി പറഞ്ഞാലോ, അതുകൊണ്ട് തൃശ്ശൂരുള്ള രാമേന്ദ്രൻ ഡോക്ടർ എന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ 2 ദിവസം അവിടെ കിടക്കണമെന്ന് വെച്ചാലും കിടക്കാം. എന്താ പറയാൻ, മംഗലശ്ശേരി നീലകണ്ഠൻ ദരിദ്രനായിച്ചാലും മകൻ മുതലാളിയാടോ, വലിയ മുതലാളി. ഭാനു എന്നെ വിട്ടു പോയത് നീ. ഇത്രയും കാലം നിഴൽ പോലെ കൂടെ നടന്നിട്ട് എന്നെ തനിച്ചാക്കി. ഭാര്യരെ താനൊന്ന് ചെന്ന് വിളിക്കണോ? എന്റെ പ്രാണം മുഴുവൻ കണ്ണു കാണുന്നില്ലടോ, കണ്ണു നമ്മളൊന്നും വിളിച്ചാ കിട്ടാത്ത നാട്ടിലേക്ക് ആ കുട്ടി യാത്രയായി നീല. വാക്കുകളില്ല. ശരിക്കും ശിവസൂര്യ ജീവിക്കായിരുന്നു ഇതിനകത്ത്. ഒരിക്കലും ഒരു എന്താണ്, ഞാനിങ്ങനെ ഇത്ര പെർഫെക്റ്റായിട്ട് 2 പേരുടെ ഇത് ഞാൻ കേട്ടിട്ടില്ല. റിയലി നിങ്ങൾ ജീവിക്കായിരുന്നു ഇതിനകത്ത്. ഗ്രേറ്റ് ആർട്ടിസ്റ്റ്. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. സൂര്യയ്ക്കും കുടുംബത്തിനും എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ. ഞാനിത് എല്ലാവരുടെ ഞാൻ ഇതിൻ്റെ ഈ കട്ടിങ് ഞാൻ എൻ്റെ സകല ഫ്രണ്ട്സിന് ഞാൻ ഷെയർ ചെയ്യും. കാരണം സൂര്യ ഇവിടെ ഒന്നും ഇരുന്നാൽ പോരാ. സൂര്യ ഒരു വലിയ കലാകാരനാണ്, അതിനകത്ത് യാതൊരു സംശയമില്ല. എന്തായാലും ഞാൻ എൻ്റെ ശക്തി കുറച്ച് വീക്കായി, എന്നാലും ഞാൻ എൻ്റെ ഡ്യൂട്ടിയിലോട്ട് കിടക്കുകയാണ്. താങ്ക് യു സോ മച്ച്. എന്ത് ഗംഭീരമായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒരു റിയൽ ആർട്ടിസ്റ്റിനാണ് ഇത്ര ജെന്യുവൻ ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. കാണുന്ന ആളുകളുടെ കണ്ണ് നിറയിക്കാനും ചേട്ടനും അതേപോലെ മനസ്സിന്നെടുത്ത് പെർഫോം ചെയ്തതുകൊണ്ടാണ് ആ ഇമോഷൻ ഇത്രയും വന്നിട്ടുള്ളത്. അത് ശരിക്കും റിയൽ ആർട്ടിസ്റ്റുകൾക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. ചേട്ടൻ ശരിക്കും ബ്ലെസ്ഡ് ആണ്. ഒരുപാട് സ്ഥലങ്ങളിൽ, നിറയെ സ്ഥലങ്ങളിൽ ചേട്ടനെ ഞാൻ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ ചേട്ടൻ. ഗംഭീരാണ്. അതിന്റെ എല്ലാ ലക്ഷണവുമാണ് ചേട്ടൻ ഇപ്പം ഈ കാണിച്ചതെല്ലാം. ഈ പെർഫോമൻസ് ആയാലും പെർഫോമൻസിന് ശേഷമുള്ള ഇമോഷണൽ മൊമെന്റ് ആണെങ്കിലും ഒക്കെ അതൊരു റിയൽ ആർട്ടിസ്റ്റിന്റെ അടുത്ത് മാത്രം വരുന്നതാണ്. താങ്ക് യു സോ മച്ച് ചേട്ടാ, നിറയെ സ്നേഹം. താങ്ക് യു. അടുത്ത സവാരി ഗിരിഗിരിയിൽ 2ാമത്തെ ചോദ്യം ഇതാ. ബോധം തെളിയുന്ന ദിലീപ് വത്സല മേനോനെ എന്തായിട്ടാണ് കാണുന്നത്? മാലാഖ, തൻ്റെ മുത്തശ്ശി, സി കടലമ്മ.
യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കടലമ്മ. ചോദിക്കാം, സംശയം ഉണ്ടെങ്കിൽ. കടലമ്മ. കടലമ്മ. സി കടലമ്മ. ആ. അനു ശരിയാണല്ലേ? അതെ അതെ, ഒരു സംശയമില്ല. ഞാൻ പറഞ്ഞില്ലേ ചേട്ടന് ഹെൽപ്പ് വേണ്ടി വരില്ല. സി കടലമ്മ ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. അപ്പം ഈ ഒരു എന്താണ് വല്ലാത്തൊരു ഒരു 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 മൂഡിലൂടെയാണ് ഞങ്ങൾ രണ്ടുപേരും യാത്ര ചെയ്തത്. നമ്മളെല്ലാവരും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരും യാത്ര ചെയ്ത്. അപ്പോൾ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടി അനുമോൾ ഞങ്ങൾക്ക് വേണ്ടി 2 വരി പാടിത്തരും. ഞാൻ ഈ നാട്ടുകാരിയല്ല, എനിക്ക് തീരെ പാടാൻ അറിയില്ല. എനിക്ക് സങ്കടമാണ് അത്. എനിക്ക് എല്ലാവർക്കും പാടാൻ അറിയാം. ഒരു 2 വരി എങ്ങനെയായാലും പാടാത്ത അതെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിലില്ല, പ്രത്യേകിച്ച് മലയാളി. എന്തായാലും കാറിൽ പട്ടാമ്പിന്ന് എറണാകുളത്തോട്ട് പോകുമ്പം മിഴിയോരം നനഞ്ഞൊഴുകും അത്, അല്ലെങ്കിൽ തുമ്പീവ തുമ്പക്കുടത്തിൽ, ഇതൊക്കെ പാടുമല്ലോ. ജീവിതത്തിൽ ഒരു മൂളിപ്പാട്ട് പോലും പാടാത്ത ആളാണ്. ഇനി എന്നെ നിർബന്ധിച്ചാൽ ഞാൻ കരയും. ഒന്നാമത് കരഞ്ഞിരിക്കുക, പിന്നെ ഇനിയിപ്പോ അതിന്റെ കൂട്ടത്തിൽ കൂടെ. കല്യാണം കഴിഞ്ഞോ? ഇല്ല ഇല്ല, കഴിച്ചിട്ടില്ല. അപ്പം വരുന്ന ആ പയ്യൻ, നമ്മുടെ എനിക്കറിയാം ആരാന്നറിയാം, ആ വരുന്ന ആ പയ്യൻ പറയാണ് ഈ പാട്ട് ഒന്ന് പാടൂ എന്ന് പറഞ്ഞാൽ അനുമോള് പാടിയില്ലെങ്കിൽ എന്തായിരിക്കും അയാളുടെ ഒരു ആറ്റിറ്റ്യൂഡ്? എന്തായിരിക്കും? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. നീ പോരെ വീട്ടിലോട്ട്. അപ്പൊ സി കടലമ്മയാണ് ഉത്തരം നൽകിയിരിക്കുന്നത്. അതെ, കൺഗ്രാറ്റുലേഷൻസ്, ഉത്തരം ശരിയാണ്. വീണ്ടും 1000 രൂപ സമ്മാനമായി നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നു. അതാണല്ലോ അതിന്റെ ഒരു ഇത്. സവാരി ഗിരിഗിരിയിൽ 3ാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. മാലുവിനെ കല്യാണം കഴിക്കുന്ന കാര്യം എപ്പോൾ പറയാം എന്നാണ് കുമാരനോട് ആശാൻ പറയുന്നത്? എ കർക്കിടകം കഴിഞ്ഞിട്ട്, ബി കന്നിമാസം കഴിഞ്ഞിട്ട്, സി തുലാമാസം കഴിഞ്ഞിട്ട്. 20 seconds. ചോദിച്ചോളൂ. അനുവേ, ഞാൻ മുകേഷ് ഏട്ടനോട് മാറണേ കേട്ടോ. ഒന്ന് പറഞ്ഞു തന്നൂടെ? തരാവോടെ? തരൂലല്ലേ? നീ തരൂ, പറഞ്ഞിട്ടോ പറയാൻ. അവസാനത്തെ മാസം, മലയാള മാസത്തിലെ അവസാനത്തെ മാസം. അതേതാ? ചിങ്ങത്തിന് മുന്നേയുള്ള മാസം. ഏതാണെന്ന് പറ. അറിഞ്ഞൂടല്ലേ? കർക്കിടകം. ഞാൻ വച്ചങ്ങ് പൂട്ടി. ഈ കർക്കിടകം കഴിഞ്ഞിട്ട് ഞാൻ പൂട്ടി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കട്ടെ. അതെ. അനുവിന് ഇഷ്ടമുള്ള ലാലേട്ടൻ അഭിനയിച്ച സിനിമ ഏതാ? എല്ലാം ഇഷ്ടമാണ്. പെട്ടെന്ന് ചോദിക്കുമ്പോ ഇപ്പൊ തൊട്ട് ഇത് ചെയ്ത കാരണം ദേവാസുരം എന്റെ മനസ്സിലുണ്ട്. ദേവാസുരം ഉണ്ട്. രാവണപ്രഭു ചെയ്തത്, അതുകൊണ്ട് ദശരഥ മനസ്സിൽ വന്നു, ദേവാസുരം മനസ്സിൽ വന്നു. 6ാം തമ്പുരാൻ. 6ാം തമ്പുരാൻ. പ്രണയം കണ്ടായിരുന്നോ? ഇനിയിപ്പോ പ്രണയത്തിലോട്ടൊക്കെ പോവില്ലേ? സാർ പറഞ്ഞല്ലേ പ്രണയത്തിൽ പോവാണെന്ന്. പ്രണയിച്ച് കിടക്കിലേക്ക് കിടക്കണല്ലേ? പ്രണയം ഉണ്ടോ അല്ലേ? പ്രണയമില്ലേ അനുവിന്? ഉണ്ട് പോടുന്നു. ഉണ്ട്. ആ ഉണ്ട് ഇല്ലേ? ഉണ്ട്. എന്താ കേക്കാൻ വയ്യ. ജീവികളോടും ഒക്കെ ആളാണ് ഞാൻ. അല്ല, പാറ്റയോടും പല്ലിയോടും അതുപോലത്തെ പൂച്ചയോടും പട്ടിയോടും ഒക്കെ പ്രണയമുണ്ട്. പ്രണയം കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും സിനിമ? കണ്ടിട്ടുണ്ട്. ഗംഭീര പടം. ഞാൻ അപ്പൊ അനുവിന് വേണ്ടിട്ട് ഞാൻ പ്രണയം എന്ന സിനിമയിലെ ഒരു 2 ഡയലോഗ്. ഓക്കെ, കണ്ടല്ലോ ബ്ലെസ്സി സാർ ചെയ്ത ഒരു സംഭവം. അല്ല സാർ, എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം ഡ്രൈവറായിട്ട് അഭിനയിക്കാൻ പറ്റി വെരി ഗുഡ് ആ സിനിമയിൽ. പിന്നെ ലാലേട്ടന് ട്രാക്ക് അത്ര ഞാൻ ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് കണ്ട സംഭവമാണ്. അപ്പോൾ അത് നിങ്ങൾക്കായിട്ട്, അനുവിന് വേണ്ടിയിട്ടും എല്ലാവർക്കും വേണ്ടിയിട്ടും. ഈ മരണം എന്ന് പറയുന്നത് പെട്ടെന്നൊരു സംഭവിക്കുന്ന ഒന്നല്ല. ഒരു ശ്വാസത്തിനും അടുത്ത ശ്വാസത്തിന് ഇടയ്ക്കുള്ള സ്പ്രിങ്സിലാണ് മരണം സംഭവിക്കുക. ഈ ഗ്രീസിന് ഭയങ്കര പേടിയാണ് മരണത്തെ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് മരിക്കണമെന്നാ. എന്താ പറയുക, കല്യാണം കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണെന്നറിയോ ഒന്ന് മിണ്ടിയത് വരും. അലസമായി തുറന്നു കിടക്കുന്ന വാതിലിലൂടെ പ്രണയം പലപ്പോഴായി കടന്നു വരും. ജീവിക്കാൻ എളുപ്പമാണ്, ജീവിക്കാൻ അറിയാമെങ്കിൽ. ഇഫ് യു വാണ്ട് എ ലവർ
Do anything you has been to. And if you want another kind of love, I am your man. സൂപ്പർ 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 സൂപ്പർ, ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. താങ്ക് യു. അപ്പം എന്തായാലും അനു ഒന്നും പറയത്തില്ല, അനു പാടത്തില്ല, പറയത്തില്ല, ഒന്നുമില്ല. അപ്പൊ അനുവിന്റെ അടുത്ത് ഒരു കുസൃതി ചോദ്യം ചോദിക്കുകയാണ്. ഓക്കെ, ഒരു ക്ലോക്കില് 12 പകരം 13 അടിച്ചാൽ എന്ത് സമയമായി? കാരണം അതെങ്ങനെയാ? ഒരു ക്ലോക്കിൽ 12 പകരം 13 അടിച്ചു കഴിഞ്ഞാൽ എന്ത് സമയമായി? പ്രേമിക്കുന്നത് മൃഗങ്ങളെ പ്രേമിക്കത്തുള്ളൂ. ആ, അത് അങ്ങനെ ഞാൻ പാടത്തില്ല. ഐസ്ക്രീം ഐസ്ക്രീം കഴിക്കത്തില്ല, തണുപ്പ്. പറ ഇത് പറ, ഇത് പറയൂ. എവിടുന്നാണ് ഇങ്ങനത്തെ കിട്ടാത്ത കുസൃതി ചോദ്യങ്ങൾ കണ്ടുപിടിക്കുന്നത്? ഇത് ഇവിടുത്തെ അനൂപ് എന്ന് പറഞ്ഞിട്ടൊരു വ്യക്തിയുണ്ട്. പുള്ളി കാലത്ത് വെളുപ്പിന് 4 മണിക്ക് എണ്ണീറ്റിരുന്നാണ് ഇത് എഴുതുന്നത്. ആ സമയത്താണ് പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലത്തെ ഐഡിയാസ് കിട്ടുന്നത്. ഇനി എൻ്റെ അടുത്ത് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. കൈവിട്ടു പോയോ? കൈവിട്ടു പോയി. ഓക്കെ, പാട്ടും പാടത്തില്ലല്ലോ? ഇല്ല. അത് സത്യം പറയത്തില്ലല്ലോ? ആരെയാണ് സ്നേഹിക്കുന്നത്? ഞാൻ സത്യം പറയാം, ഞാൻ ശരിക്കും ഒരു റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിപ്പോ പൊളിഞ്ഞ് നാശമായിട്ടിരിക്കുകയാണ്. ഇതൊന്ന് വരാൻ വേണ്ടിട്ടാ സാർ ഇത്രയും കഷ്ടപ്പെട്ടത്. അപ്പൊ അതിങ്ങി പോന്നു. ഇനി നമുക്കൊന്നും അറിയണ്ട, ബാക്കി കാര്യം നാട്ടുകാരെ ഏറ്റെടുത്തോളൂ. പള്ളിയോ പഴുതാരയോ എന്തോ ആയിക്കോട്ടെ, എന്ത് വേണം. അതും കൂടെ പറഞ്ഞു. ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അത് പൊട്ടി തേഞ്ഞ് പൊളിഞ്ഞു പോയെന്ന്. അപ്പം അതിനുവേണ്ടി ആ സന്തോഷ സൂചകമായിട്ട് ഞാൻ അതിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു. എന്ത് സമയമായി എന്നല്ലേ ചോദിച്ചേ? അത് എടുത്ത് മാറ്റാൻ സമയമായി, അത്രേ ഉള്ളൂ. ആ ക്ലോക്ക് എടുത്ത് മാറ്റാൻ സമയമായി. ഞങ്ങളോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. സത്യത്തിൽ സൂക്ഷിച്ചോ. അപ്പം 3ാമത്തെ ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുന്നത് എ, കർക്കിടകം കഴിഞ്ഞിട്ട്. ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്, വെരി ഗുഡ്.